ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകും. എല്ലാ ദിവസത്തെയും എൻ്റെ ഒരു പതിവാണ് സ്പോട്ടിഫൈയിൽ പാട്ട് വയ്ക്കുക. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പാട്ട് വയ്ക്കാറുണ്ട്, വീട്ടിലായാലും അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വിടണം. ജോലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. ശനിയാഴ്ച അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 9:15 മുതൽ തന്നെ പേഷ്യൻസ് വരാൻ തുടങ്ങി. ഞാൻ ഏകദേശം ക്ലീനാക്കി പുറത്തേക്ക് എത്തുന്ന സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് പേഷ്യൻസ്. പിന്നെ അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ഒരു ഡേയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിക്കണം എന്നാണല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പേഷ്യൻസിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുക, അതൊക്കെ ഉണ്ടോ പരിപാടി. ഇൻട്രോ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ബാക്ക് ടു ബാക്ക് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ചെറുതായിട്ട് വിശക്കലുണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വേഫർ, ഇത് ഞാൻ 2 ദിവസം മുന്നേ വാങ്ങിച്ചതാണ്. ഒരെണ്ണം തന്നെ പൊട്ടിച്ച് കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ അങ്ങനെ വെച്ചതാണ്. എന്തായാലും ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, അപ്പോൾ അത് കഴിക്കാം. ഞാൻ ഇതുപോലത്തെ, അതായത് കാണുമ്പോൾ ഞാൻ കഴിക്കാത്ത ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ബേക്കറിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് എന്നിട്ടിങ്ങനെ ഫോണിൽ മൂവിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. 2026 ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഇതൊരു വാനില ഫ്ലേവറാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. വിശക്കുമ്പോൾ പിന്നെ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ലയോ. അത് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് നെബാട്ടി പറഞ്ഞിട്ടൊരു ഇതുപോലത്തെ വേഫർ ഒരു സംഭവം. അത് നല്ലതാണ്. അതിൽ യെല്ലോ ഫ്ലേവറാണ് കേട്ടോ ഞാൻ അധികം വാങ്ങിക്കാറുള്ളത്. ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കൊണ്ടുവന്നത് ഉപ്പുമാവാണ്. ഡോക്ടർ പത്തലും ബീഫും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധാരണ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നും. അധിക ദിവസം മൺഡേ മുതൽ സാറ്റർഡേ വരെ നമുക്ക് ഉച്ചയ്ക്ക് ചിലപ്പോഴേ അങ്ങനെ ഒന്ന് കിടക്കാനോ ചിലപ്പോൾ ഇരിക്കാനോ പറ്റുള്ളൂ. നല്ല അത്യാവശ്യം തിരക്കുണ്ടാവും. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല. ഒന്നുകിൽ ഞാൻ ഈ ഒരു സോഫയിൽ വന്ന് കിടക്കും. ഇത് അകത്തുള്ള സോഫയാണ് കേട്ടോ. ഇവിടെ വന്ന് കിടക്കും, അല്ലെങ്കിൽ പുറത്തെ സോഫയിൽ കിടക്കും. അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കിടന്നാൽ ഉറങ്ങിപ്പോവുകയും ചെയ്യും. സമയം 2 മണിയായി ഫ്രണ്ട്സ്. ഇനി സൺഡേ 5 മണി വരെയാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 4 പേഷ്യൻസൊക്കെ വന്നു. ചിലപ്പോൾ ഒരു 4-5 ആൾക്കാരും കൂടി വരും. അത്രയ്ക്ക് തന്നെ സൺഡേ തിരക്കുണ്ടാവുള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നത് കാരണം ഞാൻ അവിടെ നിന്ന് എണീച്ച് പോകും. അതായത് ഇനി പേഷ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങിയിട്ടൊന്നിരിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ സമയം 4:14 ആയത് കേട്ടോ. ഇതിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പാട്ട് ഈറ്റിനിടെ വീഡിയോ ആയ പോലെ തോന്നുന്നുണ്ട്. കാരണം തേക്കണ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ കാണിക്കണത്. ആകെ വേറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. പേഷ്യൻസ് ഉണ്ട്, പിന്നെ ഒന്നും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ അല്ല, കോഫിയാണെന്ന് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു പഴംപൊരി, ഒരു സമൂസയും ഞാൻ കാണിച്ചു തരാം. വാങ്ങിച്ചിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് വീട്ടിൽ പോകണം. പിന്നോട് വേഗം വരണ്ടോ എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പം എന്താ ഞായറാഴ്ച ആയിട്ട് കേസ് എക്സസ് ഓപ്പണിങ് ഉണ്ടായിരുന്നു. ക്ലീനിങ്, ഒരു എക്സ്ട്രാക്ഷൻ വന്ന് അത് ലോബ്ജോ ഉണ്ടായിട്ടുണ്ട് അത്ര. അപ്പോൾ പിന്നെ അവർക്ക് ആൾക്കാർ കൂടിയല്ലോ അല്ലേ. ചായ പിടിയൊക്കെ കഴിഞ്ഞ കേസ്. അപ്പോൾ എൻ്റെ അടുത്ത പരിപാടിയാണ് വീണ്ടും അടിച്ചു വരാൻ. രാവിലെ വന്നാൽ ക്ലീനിങ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പം അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നൊന്ന് അടിച്ചു
കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഈ വീഡിയോയിൽ കാണിക്കാനും എൻ്റെ റുട്ടീനൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും സമയം 5 മണി കഴിഞ്ഞു ഗൈസ്. ഇറങ്ങാൻ നേരത്തൊരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.